എല്ലാവർക്കും നമസ്കാരം. ശാലിനീസ് ആൻഡ് അവിനാഷസ് മഞ്ഞൾ മാങ്ങന്യം പരിപാടിയുടെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് വിസിറ്റ് ഇൻ അവർ ഇൻസ്റ്റാഗ്രാം. ഡിമാൻഡിങ് ആയിട്ടുള്ള കസ്റ്റമർ റിക്വസ്റ്റ് ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു അഡീഷണൽ എന്താ പറയുക, ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു വണ്ടർ ഡെലിവറി ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ആൻഡ് ഞങ്ങൾ ആസ് എ കേറ്റർ വി ആർ ലുക്കിംഗ് ഫോർ സച്ച് കസ്റ്റമേഴ്സ് ഹു ഡിമാൻഡ് ദാറ്റ് അഡീഷണൽ ദാറ്റ് പുഷ് ഫ്രം us. ആൻഡ് വൺ സച്ച് റിക്വസ്റ്റ് വാസ് ഫ്രം ഷാലിനീസ് പേരൻസ്. ഐ തിങ്ക് ഇൻ ദ മന്ത് ഓഫ് May അവർ അപ്രോച്ച് ചെയ്തിരുന്നു. ഒരു ഹൽദി ഇവൻറ്റ് നടത്തണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റായിട്ട് ഷാലിനിയുടെ പേരൻസ് വന്നപ്പോൾ വടക്കൻ വീരകഥ മോഡൽ പിടിച്ചിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയായിരുന്നു. ബട്ട് ആ റിക്വസ്റ്റ് കിട്ടിയ ഉടനെ ഗോട്ട് എ സ്പാർക്ക് സേയിങ് നമുക്കിതിൽ എന്തായാലും 100% സംതിങ് യുണീക്ക് ആൻഡ് സംതിങ് ഡിഫറെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ആ ദിവസം തുടങ്ങിയ പ്ലാനിങ് ആൻഡ് ആ ദിവസം തുടങ്ങിയ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇവൻ്റാണ് ഷാലിനീസ് ആൻഡ് അവിനാഷസ് മഞ്ഞൾ മാംഗല്യം ഇവൻറ്റ്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയത് കൊണ്ടായില്ല, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലുള്ള ആ സ്റ്റാഫിൻ്റെ ഡെഡിക്കേഷനും കൂടിയാണ് ആ ഇവൻറ്റിൻ്റെ ആ ഒരു ഫുൾഫിൽമെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഐ ലെറ്റ് മൈ സ്റ്റാഫ് സ്പീക്ക് ഫോർ ദംസെൽവ്സ്. പഴയ കാലഘട്ടത്തിലെ ആ ഒരു തനത് രുചി 2026 കാലഘട്ടത്തിൽ അത് എത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ചലഞ്ച് തന്നെയായിരുന്നു. എന്നിരുന്നാലും അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിനായി ഞങ്ങൾ ചെയ്തത് ഒരു എക്സ്പേർട്ട് ഹോം ഷെഫിനെ നേരിൽ കണ്ട് സംസാരിച്ച് ഞങ്ങളുടെ ഷെഫുമായിട്ട് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് ഹോം ഷെഫ് പറയുന്ന രീതിയിലുള്ള റെസിപ്പീസും കാര്യങ്ങളും നമ്മുടെ ഷെഫിനെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ച് പല രീതിയിൽ ട്രയൽ റണ്ണുകൾ നടത്തി. എന്നിട്ട് ആ പഴയ രുചി വീണ്ടെടുക്കാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ ഗസ്റ്റിനെ ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേസ്റ്റിംഗ് സെക്ഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിംഗ് സെക്ഷനിലോട്ട് നമ്മുടെ ക്ലയൻറ്റിനെ വിളിക്കുമ്പോൾ നമുക്കുണ്ടായതിനേക്കാളും കോൺഫിഡൻസ് ലെവലായിരുന്നു നമ്മുടെ ഷെഫിനുണ്ടായിരുന്നത്. പഴയ കാലഘട്ടത്തിലെ ടേസ്റ്റ് കൊണ്ടൊന്നും മാത്രം കാര്യമായില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആംബിയൻസ് അത് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ മുന്നിലുള്ള അടുത്തൊരു ചാലഞ്ച്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് അതറിയാവുന്ന, ശരിക്കും പറയുകയാണെങ്കിൽ ഓലപ്പുര മേയുന്ന ആളുകളെ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു ലൈവ് കൗണ്ടറുകൾ, ചായക്കടകളെ പോലെയുള്ള ലൈവ് കൗണ്ടറുകൾ അവിടെ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും ആ ഒരു കെട്ടുന്ന വള്ളിയിൽ പോലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടന്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ലൈവ് കൗണ്ടറുകളിൽ ആ പഴമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ കോസ്റ്റ്യൂമിൽ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിലേക്ക് ആ ക്ലയൻറ്റ് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ രാഹുൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റേതായ ഒരു 60 വർഷം ബാക്കിലേക്ക് ചിന്തിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ ഞാൻ കുറച്ച് ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. പഴയ കാലമല്ലേ, അപ്പോൾ പഴയ കാലത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് പഴയ സാധനങ്ങൾ, വീട്ടുമുറ്റത്ത് കിട്ടാനുള്ള സാധനങ്ങൾ മാത്രം. ഇതിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ ഇത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെല്ലാം കുറേശ്ശെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് പഴയ കാലത്തൊക്കെ ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ സാമ്പാറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഫസ്റ്റ് കാലത്ത് ഇനി മസാല വറവൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വെറും തേങ്ങയും കുറച്ച് ചുവന്ന മുളകും കൂട്ടി വറുത്തിട്ടാണ് കടമ്പ സാമ്പാർ, അതായത് എല്ലാ കഷ്ണം കൂടിയും കൂട്ടി വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വറുത്തരച്ച സാമ്പാറാണ്. കാവത്ത് മെഴുക്ക് വരട്ടി, മുരിങ്ങയുടെ തോരൻ, മാങ്ങ കല്ലിൽ കുത്തിയത്, ചുവന്ന മുളക് ഇട്ടിട്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നീട് ആലോചിച്ചതാണ് ഒരു മധുരം, അതായത് പായസം. അത് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പഴയ കാലത്തെ നെയ്പായസം. അപ്പോൾ എല്ലാവരും സഹകരിച്ച് കൂടെ നിന്നു. നമുക്കൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് രാഹുൽ സാർ പറഞ്ഞിരുന്നു. അതിന് ആവശ്യമായ പാത്രങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പരിപൂർണമായിട്ടും പ്ലാസ്റ്റിക് ഒഴിവാക്കണം. അതായിരുന്നു നമുക്ക് ഓഫീസിൽ വന്ന പാർട്ടിയുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം. ഒരു വടക്കൻ വീരഗാഥ ശൈലിയിലാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ അറിയുന്ന കടകളിലൊക്കെ സ്ഥാപനങ്ങളൊക്കെ പോയി ചോദിച്ചു. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പാത്രങ്ങളൊന്നും അവിടെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഒന്നുകൂടി ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളൊരു ആശയക്കുഴപ്പമായി. ഒരു 2-3 മാസം കാലാവധി ഇതിൻ്റെ പുറകിൽ കൂടെ നടന്നു. 1-2 ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ ആദ്യം തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി പണി കൂടുതലാണ്, പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ആ പാത്രങ്ങളുടെ രൂപം ഷേപ്പൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓൾറെഡി പച്ച കളിമണ്ണിൽ കുഴച്ചുണ്ടാക്കി അത് തീയിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. ചിലപ്പോൾ അത് ചെറിയ പാത്രങ്ങളാകുമ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഉടകരയിലുള്ള ഒരാളെ കാണാൻ ഇടവന്നു. അപ്പോൾ അവിടെ പോയി അങ്ങനെയുള്ള കൺസെപ്റ്റിൽ ആളോട് പറഞ്ഞിരുന്നു ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം ആൾ ട്രയൽ എന്ന രൂപത്തിൽ ഒരു ഫസ്റ്റ് സെറ്റ് ഒന്ന് ചെയ്തു നോക്കി. നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവന്നു, സാറിനെ കാണിച്ചു, പാർട്ടീനെ കാണിച്ചു, അവർ ഓക്കെ പറഞ്ഞു. മൊത്തം ഒരു 3-4-5 മാസം പിടിച്ചിട്ടുണ്ടാവും എനിക്ക് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. രാഹുൽ സാറ് വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് പരിപാടിക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് മെനു വേണമെന്നായിരുന്നു. മെനു ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ പഴമ കൊണ്ടുവരാൻ പറ്റണം. സോ നമ്മളിവിടെ റീബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോറി ബോർഡിന് വേണ്ടിയിട്ട് ഒരു വുഡൻ ഒബ്ജക്റ്റിൽ ലോഗോ ഗോൾഡ് മെറ്റൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആ ഒരു പഴമയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു ഐഡിയ വന്നു. പിന്നെ നെക്സ്റ്റ് ഇത് എൻ്റെ ഡിസൈൻ എങ്ങനെ കൊണ്ടുവരാമെന്നായിരുന്നു. ഈവൻ അതിലുള്ള ഓരോ എസ്പെഷ്യലി ആ ഒരു പഴമ ഉള്ള നെയിമിംഗ് ഒക്കെ ആ രൂപത്തിലായിരുന്നു. സോ ഡിസൈനിൽ അത് കൊണ്ടുവരണം. സോ നമ്മളൊരു രാജകീയ തനിമ ആ ഒരു പഴമ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൈൻഡ് ഓഫ് സ്ക്രോൾ ഡിസൈനിലുള്ള തീമ കൊണ്ടുവന്നത്. ജസ്റ്റ് ഒരു സ്ക്രോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ എങ്ങനെയാണ് കോണ്ടന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ആ രൂപത്തിൽ ആ ഒരു പഴമ ഉള്ള കൈൻഡ് ഓഫ് ടൈപ്പോഗ്രഫി യൂസ് ചെയ്ത് ഇന്ന് ആൾക്കാർക്ക് റീഡബിൾ ആവണം. അതിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത രൂപത്തിൽ കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രൗൺ ആൻഡ് ബേജ് കളർ, പിന്നെ ഒരു ടെക്സ്ചർ കൊടുത്ത് നമുക്ക് ആ ഒരു എൻ്റെ ഡിസൈൻ ഒരു പഴമയുള്ള തീമിലോട്ട് എത്തിച്ച്. സോ നെക്സ്റ്റ് കാരണം ഇത് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കൗണ്ടേഴ്സിനും അതുപോലെ തന്നെ നമ്മൾ ഡിഷസിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻസ് മെനു പ്ലേസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആൾസർ ഇത് ഷെയർ ചെയ്ത് ഈ മെനു ഷെയർ ചെയ്ത് ക്ലയൻസ് ഓക്കെ പറഞ്ഞ് ക്ലയൻസ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ അതിൽ ഫൈനലൈസ് ചെയ്ത് പ്രിൻറ്റിന് പോയി. ഇറ്റ് വാസ് ഗുഡ് വെൻ വി ആ പ്രോഗ്രാമിന് പോയ സമയത്തും ഇത് ആൾക്കാർക്ക് കാണുമ്പോൾ ഒന്ന് നോക്കാനും ആ ഒരു തീമായിട്ട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റി.